നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ കുടപ്പൻ തോരനാണ്. അതായത് വാഴക്കൂമ്പ് തോരൻ, ബനാന ഫ്ലവർ സ്റ്റിർ ഫ്രൈ ഇൻ കേരള സ്റ്റൈൽ. ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഫ്ലവർ എല്ലാം ചിലർ ഇടാറുണ്ട് തോരനിൽ, അപ്പോൾ അത് കളയാതെ എടുത്ത് വെക്കാറുണ്ട്. ഞാൻ കാണിക്കാം. ഈ പുറത്തുനിന്ന് ഈ പൊളിയെല്ലാം മാറ്റി കളയണം കൂമ്പിൻ്റെ. ഇത് ഓരോന്നോരോന്നായിട്ട് ഇളക്കി കൊടുക്കണം, കുറച്ച് വൈറ്റ് കളറ് കാണുന്നത് വരെ. അപ്പോൾ ഇത് വലിയൊരു കൂമ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിതിപ്പോൾ ഇളക്കി കളയുകയാണ്. ഇതെല്ലാം കുറേയേറെ ഇളക്കി കളയും. ചിലരൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് കളർ കണ്ടു തുടങ്ങത്തില്ലേ, അപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ എടുത്ത് കളയും. ചിലരിത് ഇടാറുണ്ട്, ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പം ഇതേ ഇപ്പം വൈറ്റ് കണ്ടു തുടങ്ങി, കുറേ ഏറെ നമുക്ക് എടുത്ത് കളയാം. ചെറിയ കൂമ്പാണെന്നുണ്ടെങ്കിൽ ഇത്രയും പിന്നെ പൊളിച്ച് കഴിയുമ്പം ഒന്നും വരില്ല. ചെറിയ കൂമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പോള പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ശരിക്കും ഫുൾ വൈറ്റ് ആക്കി ഞാൻ എടുത്തു. കണ്ടില്ലേ, നല്ലൊരു വലിയ കൂമ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ കൂമ്പ് തോരൻ വെക്കാം എന്നുകൂടെ പറഞ്ഞുതരാം. പാളാങ്കോടന്, ഞാലിപ്പൂവന്, ഏത്തക്കാട്, ഏത്തവാഴയുടെ കൂമ്പാണ് ഏറ്റവും ടേസ്റ്റ്. ഇതിൽ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂവൻ്റെ കൂമ്പ് എടുക്കരുത് എന്ന് ആൾക്കാർ പറയും, കാരണം കഴിക്കും. ദുബൈയിലായിരുന്നപ്പോൾ അവിടെ വെച്ച് കൂമ്പൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ 1-2 പ്രാവശ്യം വാങ്ങി മണ്ടത്തരം പറ്റി. അപ്പോൾ അത് ഭയങ്കര കയ്പാണ്. ദുബൈയിൽ കിട്ടുന്ന കൂമ്പൊക്കെ ഏത് കൂമ്പാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല, കാരണം അവിടെയൊക്കെ പാക്കിങ്ങിൽ വരുന്നതല്ലേ. നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് മാക്സിമം എല്ലാ കൂമ്പും യൂസ് ചെയ്യാൻ തോരൻ വെക്കാൻ. പൂവൻ്റെ ഒഴിച്ച് പൂവൻ്റെ കൂമ്പ് സാധാരണ കഴിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിത് പൊളിച്ചെടുത്തു. ഇത് കംപ്ലീറ്റ് വൈറ്റ് ആയി. ഇപ്പം വലിയൊരു കൂമ്പായതുകൊണ്ട്, ആ ചെറിയ കൂമ്പാണെങ്കിൽ ഇതിൻ്റെ പകുതി കാണുള്ളൂ ഇത്രയും പൊളിച്ചെടുത്തിടും. ഭാഗത്തൊരു കുഞ്ഞത് കേട്ടോ. ഇത് വലിയൊരു കൂമ്പായിരുന്നു. ഇത് ഇത്രയും പൊളിക്കണമെന്നില്ല, കുറച്ച് വൈറ്റ് ഇവിടെ കണ്ടുവരുന്ന സമയം തൊട്ടേ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പം നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കാണിച്ചതുപോലെ ഇതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇങ്ങനെ നിൽപ്പുണ്ട് ഇവിടെ. ഇതുണ്ടോ, അത് പിടിച്ചിങ്ങനെ ആക്കുമ്പോൾ ഇവിടെ തെളിഞ്ഞ് വരും. ഇതെടുത്ത് കളയണം. ആ നീണ്ടു നിൽക്കുന്ന ഒരു കമ്പി പോലെ നിൽപ്പുണ്ട്, ഒരു പ്ലാസ്റ്റിക് കമ്പി പോലെ ഇങ്ങനെ കട്ടിക്ക്, അതെടുത്ത് കളയാം. ബാക്കി നമുക്ക് അരിഞ്ഞിടാം. അപ്പോൾ നമുക്ക് ഈ കൂമ്പൊന്നിനി ഇതൊന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ കഴുകിയെടുത്തു. ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഇത് അരിയുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലും ഞാൻ ഒരല്പം വെളിച്ചെണ്ണ തൂത്തു. ഇരുമ്പയിൽ ഒരല്പം വെളിച്ചെണ്ണ തൂക്കുക. അതിൻ്റെ കാര്യം, ഒരല്പം കറവെല്ലാം പറ്റുകയാണെങ്കിൽ അതങ്ങ് പിടിക്കത്തില്ല. അപ്പം ചിലരിങ്ങനെ വെച്ചിട്ടിങ്ങനെ കൊത്തി അരിയാറുണ്ട്. ഇങ്ങനെ ചിലർ അല്ലാതെയും കട്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒറ്റ പർപ്പസേ ഉള്ളൂ, എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയുക. വളരെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിയണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് മൊത്തം അരിഞ്ഞെടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും ഈ കൂമ്പ് അരിഞ്ഞിട്ട് വെള്ളത്തിലോട്ടിടും, കഞ്ഞി വെള്ളത്തിലോട്ടിടും, മോര് വെള്ളത്തിലോട്ടിടും. അതായത് ഇത് കറുത്ത നിറം വരാതിരിക്കാനും ഇതിലെയുള്ള ഈ നൂല് വരുന്നില്ലേ, ഈ അരിയുമ്പോൾ ഉള്ള നൂല്, ഇതങ്ങ് പോയി കിട്ടാനും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ അവനവൻ്റെ ഇഷ്ടമാണല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ കൂമ്പ് തോരൻ വെക്കുമ്പോൾ അത് കുറച്ച് ബ്രൗൺ കളറ്, കറുത്ത് തന്നെ ഇരിക്കണം. അത് വെള്ള കളറായിട്ടിരിക്കേണ്ട കാര്യമില്ല. അത് ഈ ഒരു കളറിൽ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ആ കളറാകും. അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇതിലുള്ള ഫൈബർ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഗുണവുമില്ല. ഇതിൻ്റെ ഈ നൂല്, ഈ നാരാണ് ഇതിൻ്റെ ഫൈബർ. അപ്പോൾ ഈ ഫൈബർ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നമുക്ക് വേണ്ട ഫൈബർ കിട്ടില്ല. മെയിൻലി നമ്മൾ ഈ പിണ്ടി, വാഴക്കൂമ്പ് ഇതൊക്കെ ഒരുപാട് ഹെൽത്തിയറാണ്. ഫൈബർ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കഴിക്കണത് അല്ലേ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടൊന്ന് കൈയും കൊണ്ട് തിരുമിയെടുക്കും. അപ്പോൾ ആ കറയ പോയി കിട്ടും. കറയുടെ ഒരു ഇതുണ്ടല്ലോ, കശർപ്പ്, അതങ്ങ് പോയി കിട്ടും. ആ നാരും നമുക്ക് തോന്നത്തില്ല. അതേസമയം കഴുകുകയാണെങ്കിൽ നമ്മളതെല്ലാം കഴുകി കളയുകയാണ് അതിൻ്റെ ഗുണങ്ങൾ. അപ്പം വെള്ളത്തിൽ ഇടാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇതൊന്ന് കഴുകി എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം, എന്നിട്ട് കാണിക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇത് അരിഞ്ഞ് പകുതി വരെയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നടുക്ക് കട്ടിക്കുള്ള ഭാഗമില്ലേ വൈറ്റ് കളറിൽ വരുന്നത്, അത് കാണിക്കാം. ഇത്
ഇത് വേണമെങ്കിൽ എടുക്കാതിരിക്കാം, ചിലരെടുക്കാറില്ല. പക്ഷെ ഞാൻ അരിയും എപ്പോഴും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ കളയണം എന്നുണ്ടെങ്കിൽ ഇത് ഈ സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ കുത്തി അരിയുക. പകുതിയായി കഴിയുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്താൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ ഇത് അരിയുമ്പം ഒരല്പം കറ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് കയ്യിലും ഇരുമ്പിലും ആദ്യമേ വെളിച്ചെണ്ണ തേക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തു. ഇത് ചെറിയതായിട്ട് കറുപ്പ് കളറായി, ബ്രൗൺ കളറായി, നോ പ്രോബ്ലം. കൂമ്പ് തോരൻ ഈ ഒരു കളറിലിരുന്നാലാണ് ഭംഗി, അത് വെളുത്തിരിക്കരുത്തില്ല സാധാരണ. ഈ കൂമ്പിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്നൊഴിച്ച് ഒന്ന് തിരുമിയെടുക്കുക കൈയും കൊണ്ട്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറയുടെ ഒരു ചുവ വരും. ഇതിന് ഒരു കറയുടെ ഒരു ഇതുണ്ട്, സ്മെല്ലും കഴിക്കുമ്പോഴൊരു കറയുടെ ഒരു ഇത് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ, കറയുടെ സ്മെല്ല് അല്ലെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ നൂല് പോലില്ലേ, അതേ പോയി കിട്ടും. ഇപ്പം കണ്ടോ, നമ്മൾ ആ വെളിച്ചെണ്ണ തേക്കുന്ന ഉടനെ അത് പോയി കിട്ടും, ഇങ്ങനെ സെപ്പറേറ്റ് ആയി കണ്ടില്ലേ, അത് അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ അതൊന്ന് തേക്കുന്നത് വെളിച്ചെണ്ണ. ഇതിൽ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 1-2 പിടി തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾ, 2 പച്ചമുളക്, 4-5 ചെറിയ ഷാലറ്റ്, ചുമന്നുള്ളി 4-5 എണ്ണം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം, അരച്ചെടുക്കരുത്, തോരനെടുക്കുന്ന പോലൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറക്കാനായിട്ട് കുറച്ച് കടലപ്പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ്. ഓപ്ഷണലാണ്, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട, പക്ഷേ അതിടുമ്പോൾ നല്ലതായിരിക്കും. 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ, ഇത്രയും മതി. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി തോരനുണ്ടാക്കി എടുക്കാം. ഓക്കെ. പിന്നെ ഞാൻ ഈ പൂവ് ഇടുന്നില്ല, കാരണം എൻ്റെ അടുത്ത് സമയമില്ല ഇതിനൊന്നും. അപ്പോൾ ഇത് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്ന പോലെ ഇത് എടുത്തിട്ട് ചെറുതായിട്ട് കുഞ്ഞായിട്ട് കുത്തി എരിഞ്ഞാൽ മതി. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇടാം. ഓക്കെ. പലരും പല രീതിയിൽ തോരനുണ്ടാക്കാറുണ്ട്. ചെറുപയർ ആഡ് ചെയ്തിട്ട് നമുക്ക് കൂമ്പ് തോരനുണ്ടാക്കാം. വൻപയർ ആഡ് ചെയ്തിട്ട് കൂമ്പ് തോരനുണ്ടാക്കാം. അതുപോലെ തന്നെ കടലപ്പരിപ്പ് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടും ആൾക്കാർ തോരനുണ്ടാക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു കടായി നല്ലതുപോലെ ചൂടായി. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കുറച്ച് കടുകിടുക. കടുക് പൊട്ടുന്നുണ്ട്. ഈ കടലപ്പരിപ്പിടുക. കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ രണ്ടിലേതേലും ഇടാം കേട്ടോ. ഈ വറ്റൽമുളക് കട്ട് ചെയ്ത് ഇടുക. പരിപ്പൊന്ന് ബ്രൗൺ ആയി വരണം. ഫ്ലെയിം കുറച്ച് വെക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചുമന്നുള്ളി കട്ട് ചെയ്ത് ഒക്കെ ഇടാവുന്നതാണ്. പക്ഷേ ഞാൻ കൂമ്പ് തോരൻ വെക്കുമ്പോൾ അതിന് ചുമന്നുള്ളി ഒന്നും സെപ്പറേറ്റ് ഒരുപാട് ആഡ് ചെയ്യാറില്ല. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് ഇടുന്നത് അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് ഇടുന്നതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണ്ടാന്നുണ്ടെങ്കിൽ ഇടുന്നേട്ടോ. ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും 3-4 ചുമന്നുള്ളി, 2-3 പച്ചമുളക് ചതച്ചതാണ്. ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് മിക്സ് ചെയ്യാം. വലിയൊരു കൂമ്പായിരുന്നു അത് കേട്ടോ. അത് ഞാൻ അത്രയും ഫുൾ പൊളിച്ചിട്ടും നല്ല ഒരു എമൗണ്ട് കിട്ടി. ചെറിയ കൂമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൂമ്പൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ചെറിയ കൂമ്പാണെന്നുണ്ടെങ്കിൽ പരിപ്പ് മിക്സ് ചെയ്യില്ല. കൂമ്പിൻ്റെ തോരൻ്റെ കളർ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലിരിക്കണം. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് ഫൈബറും പോകും, കളറും പോകും. ഫ്ലെയിം കുറച്ച് വെക്കുക.
ഒരൽപ്പം ഉപ്പ് ആഡ് ചെയ്യുക. കൂടി പോകരുത്. ഫൈവ് ടു 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കുക. അതിൻ്റെ ആവി കൊണ്ടത് വേവണം. വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് ഞാൻ ഒരു 7 മിനിറ്റ് അടച്ചു വെച്ചു ലോ ഫ്ലെയിമിൽ. അപ്പം തോരൻ നല്ലതുപോലെ വെന്തു. അപ്പോൾ നമുക്കിതൊന്നിനി ഒരു 3-4 മിനിറ്റ് ഒന്ന് ചിക്കി കൊടുക്കാം, ഇങ്ങനെ തുറന്നിട്ടിട്ട് തന്നെ. അപ്പം തോരൻ റെഡി ആയിക്കോളും. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള കൂമ്പ് തോരൻ അല്ലെങ്കിൽ കൊടപ്പൻ തോരൻ റെഡി ആയിട്ടുണ്ട്. 4-5 മിനിറ്റ് കൂടി ഒന്ന് ചിക്കി കൊടുത്തു. നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഭയങ്കര ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ വാഴക്കൂമ്പ് തോരൻ അല്ലെങ്കിൽ കൊടപ്പൻ തോരൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ യൂട്യൂബിൽ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കാണാൻ എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. Hey friends, hope everyone likes today's very tasty, delicious Kerala style, healthy, delicious banana flour stir fry. Thank you so much for watching. Keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy.